കോട്ടയം ജില്ലയിൽ വെളിയന്നൂർ പഞ്ചായത്ത് പുതുവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രകൃതിക്ക് വളരെയധികം ദൂഷ്യം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഫ്ലൈവുഡ് ഫാക്ടറികളുടെ പ്രവർത്തനങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ 45ലധികം ഫ്ലൈവുഡ് കമ്പനികൾ വരുന്നുണ്ട്, ഒരു അമോണിയ ഫാക്ടറി വരുന്നുണ്ട് എന്ന വാർത്തകളുമായിട്ട് ഞങ്ങൾ പ്രയാണം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസക്കാലമായി. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന പുതുവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ തൊട്ട് പുറയിൽ കാണുന്ന സ്ഥലം ഫ്ലൈവുഡ് കമ്പനിക്കായിട്ട് ഇവർ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികളെല്ലാം ഇതിന് എതിർപ്പ് തന്നെയാണ്. നാളിതുവരെയായിട്ട് ഈ ഒരു പ്രവർത്തനം ഇവിടെ ഈ ഫ്ലൈവുഡ് കമ്പനി തുടങ്ങാൻ പോകുക എന്നുള്ളൊരു സൂചന പോലും ഇവർ കൊടുക്കാതെ തുടങ്ങി ഷെഡെല്ലാം പണിത് ഇവർ പ്രവർത്തനം തുടങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പരിപാടിയാണ്. ഇനി മിഷനറി മാത്രം വന്നാൽ മതി, ബാക്കിയുള്ള സാക്ഷനെല്ലാം ഇവർക്ക് കിട്ടിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ പ്രദേശവാസിയായ ആൾക്കാരോട് നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. ഈ ഏരിയ ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തെല്ലാം കോളനി പോലെ കൂണ് പോലെ വീടുകളുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ഫ്ലൈവുഡ് കമ്പനിയോട് ചേർന്ന് തന്നെ ഒരു കനാലുണ്ട്, തൊട്ട് ചേർന്ന് തന്നെ പാടമാണ്, അതുപോലെ തന്നെ തോട് കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ ഭാഗത്തോടെയൊക്കെ ഒഴുകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ടുള്ള അനുമതികൾ ഈ രാഷ്ട്രീയ പ്രബന്ധങ്ങൾ ആരാണ് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ നാടിനെ നശിപ്പിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ, അന്യസംസ്ഥാനം ഉൾപ്പെടെ, പെരുമ്പാവൂർ ഉൾപ്പെടെ രക്ഷിക്കപ്പെട്ട ഫാക്ടറി ഈ കേരളത്തിൽ, അതും ഈ മീനച്ചിൽ താലൂക്കിലാണ് ഏറ്റവും അധികം വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ കൂടെയും ഇതുപോലെ ഫ്ലൈവുഡ് ഫാക്ടറികൾ വരുന്നുണ്ട്. നമുക്ക് നാട്ടുകാരോട് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, പേരെങ്ങനെ ചേട്ടാ? എൻ്റെ പേര് ചാക്കോ. ഈ വാർഡ് ഏതാ? വാർഡ് 2-ാം വാർഡ്. ഓക്കെ, വെളിയന്നൂർ പഞ്ചായത്ത്. അതെ, കോട്ടയം ജില്ല. അതെ. എന്താ ചേട്ടാ, ഇത് ഈ ഫാക്ടറി പ്രവർത്തനം തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഇവർ ഈ സ്ഥലം മേടിച്ച് വന്നപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് തിരക്കിയിരുന്നോ? ഇങ്ങനെ ഇല്ല, ഇവരുടെ പർപ്പസ് പറഞ്ഞിരുന്നോ? അവർ സ്ഥലം വാങ്ങിക്കുന്നത് നമുക്കറിയാമല്ലോ. നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥലം വാങ്ങിച്ചാൽ നമുക്കറിയാൻ പറ്റിയല്ലോ എന്ത് ആവശ്യത്തിനാണെന്ന്. സ്ഥലം മേടിച്ചു, കഴിഞ്ഞ വർഷം സ്ഥലം മേടിച്ചു, ഈ വർഷമാണ്, ഈ വർഷത്തിൽ തടിയെല്ലാം വെട്ടി വിറ്റു. അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 2 ഏക്കർ അടുത്തുണ്ട്. 2 ഏക്കർ സ്ഥലമുണ്ട്. എന്നാണ് ഈ ഫ്ലൈവുഡ് ഫാക്ടറി തുടങ്ങാൻ പോകുക എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞത്? ഞങ്ങളൊരു 4 മാസം മുമ്പ്. 4 മാസം. ആര് പറഞ്ഞറിഞ്ഞേ? അതിപ്പോൾ ഇവിടെ വന്ന് ഈ തടിയെല്ലാം വെട്ടി വിറ്റു. അവിടെ സമീപവാസികളെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്നത്. അപ്പോൾ എന്താണ് നാട്ടുകാരുടെ പ്രതികരണമൊക്കെ? നാട്ടുകാർ മൊത്തം പ്രതിഷേധത്തിലാണ്. എത്ര വീട്ടുകാർ ഇതിന് പ്രതിഷേധം? ഇപ്പോൾ ഒരു 100 വീട്ടുകാരടുത്ത്, ഞങ്ങൾ തന്നെ 100 വീട്ടുകാർ ഇവിടെ ഉണ്ട്. ആ 100 വീട്ടുകാരുടെ പ്രതിഷേധത്തിലാണ്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഈ ഞങ്ങളോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രക്ഷോഭം ഇപ്പോൾ 2-ാം ഘട്ടത്തിലേക്കാണ്. ഇനി ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ആദ്യം എത്ര നാൾ മുമ്പായിരുന്നു ഈ പ്രക്ഷോഭത്തിൽ? ആദ്യം ഒരു 3 മാസം മുമ്പുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം ആയിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടി. ഇനി അടുത്ത ഘട്ടം മാറും. നിങ്ങളുടെ നിലപാടെന്താ? ഞങ്ങളിതിവിടെ ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പ്രശ്നമുണ്ട്. ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നാനാജാതി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മീനച്ചിൽ താലൂക്കിലെ കിടാക്കുഴി എന്ന് പറഞ്ഞ ഏരിയയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളവിടെ വാർത്ത കിട്ടിയിരുന്നു. അപ്പം നിലവിൽ പഞ്ചായത്ത് സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഞ്ഞൂറ്റിമംഗലം, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ വാർത്താ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അവിടെ നാട്ടുകാരെല്ലാം എതിർപ്പാണ്. ഈ മീനച്ചിൽ താലൂക്കിൽ ഇങ്ങനെയുള്ള ഫ്ലൈവുഡ് കമ്പനി തുടങ്ങുന്നതിനെ സംബന്ധിച്ച് നാട്ടുകാരെല്ലാം എതിർപ്പാണ്. ഇവിടെ ഞങ്ങൾ പോയപ്പോൾ അന്വേഷിച്ചപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാട്ടുകാരുടെ ഒരു കാര്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഇവർ വന്ന് തുടങ്ങുന്നു. പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോഴാണ് അറിയാനായിട്ട് പറ്റുന്നത്. അതാണ് ആദ്യം തുടക്കം മുതൽ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ചോദിച്ചത്. അപ്പം സമര പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഈ ഏരിയനെ കുറിച്ചോടെ നമുക്കൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഈ ഫ്ലൈവുഡ് കമ്പനിയുടെ ചുറ്റുവട്ടം, അല്ല ഈ ഷെഡിന്റെ എന്ന് പറയാം, ഫ്ലൈവുഡ് കമ്പനി ആയിട്ട് തുടങ്ങിയിട്ടില്ല, എങ്കിൽ തന്നെ ഫ്ലൈവുഡ് കമ്പനിക്കായിട്ടുള്ള ഈ ഷെഡിന്റെ ചുറ്റുവട്ടത്തിൽ എത്ര വീടുകൾ 1 കിലോമീറ്ററിന് ഉള്ളിലുണ്ട്? 1 കിലോമീറ്ററിൽ ഒരു 10-400 വീടുണ്ടാവും. 400 വീടുകളുണ്ട്. ഏറ്റവും കുഴുമ്പ് മുകളിലൊക്കെ വീട്, മുകളിലേക്ക് മൊത്തം വീട്, കോളനി പോലെ. അതെ 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 അതെ. ഇത് ഞങ്ങളുടെ ഇവിടുന്ന് 50 മീറ്റർ തോട്, ആ കാണുന്ന കനാല്, ആ കാണുന്ന കനാലാണ് കണ്ടായിരുന്നു. പിന്നെ ഈ തോടിൽ നിന്നാണ് ഒരുപാട് ഇത് പോകുന്നത്, കുടിവെള്ള പദ്ധതികളുടെ മോട്ടർ. അതല്ലേ, ഇവര് ഇതിൻ്റെ അകത്ത് ഈ ഫ്ലൈവുഡ്
ഫ്ലൈറ്റിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അത് വന്ന വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ഒഴുക്കി വിടുന്ന അവർ പറയുന്നത്? അപ്പോൾ അതെ, കത്തിച്ച് കളയുന്നു. കത്തിച്ച് മറ്റേ പുഴയുടെ മുകളിലേക്ക് നിങ്ങളുടെ വീടിനേക്കാൾ മുകളിലേക്ക് ഇടാന്ന് പറഞ്ഞു. അതല്ലേ. അതുപോലെ അങ്കൻവാടി തൊട്ടതേ മുകളിൽ അങ്കൻവാടി ഉണ്ട്. ഈ കെമിക്കലായിട്ട്, അതായത് ഈ പരിപാടി എങ്ങനെയായിട്ട് ഒത്തിരി വെള്ളമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം വെള്ളമുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് കുടികളെല്ലാം പോയി. ഞങ്ങളുടെ കുടികൾ ഈ കത്തിക്കുന്ന സാധനം എന്തായാലും ഇതിൻ്റെ അടിയിലേക്ക് ഈ മരത്തിൻ്റെ കറകളെല്ലാം അടിയിലേക്ക്, ഭൂമിക്ക് അടിയിലേക്ക് പോകും. കുറേ കഴിയുമ്പോൾ നമുക്ക് തോട് വെള്ളം ചീത്തയാവും. അപ്പോൾ പിന്നെ കുളിക്കാൻ പറ്റത്തില്ല. അതുപോലെ 3 കുടിവെള്ള പദ്ധതി ഉണ്ട് താഴോട്ട് ഉണ്ട് പോകും. ഈ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട തോടിൻ്റെ അരികൂടെയും അതുപോലെ തന്നെ ഈ നിലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് തണ്ടാണ്ട് നിലങ്ങൾ, ഒരു 10-40 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നെൽവയലുകൾ, അങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെയാണ് ഇവർ തുറന്ന് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത് അമ്പലം, 3 അമ്പലമുണ്ട്. പിന്നെ ഇവിടെ സ്കൂളൊക്കെ ഇവിടെ ദൂരെ? സ്കൂൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരെ. LKG UKG എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. 1 കിലോമീറ്റർ അപ്പുറം. ഇതിന് തൊട്ടത് അങ്കൻവാടി. ഞങ്ങൾ ഈ വന്ന് ഈ ഏരിയ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ഏറ്റവും കുഴിമ്പായിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും കുഴിയിൽ. എന്താണ് ഫ്ലൈറ്റ് ഫാക്ടറി പോക്കോളിൽ വെക്കൂലോ, വെച്ച് കഴിയുമ്പോഴത്തേന് ഈ പോകും മൊത്തം നമ്മുടെ ഇവിടെ ഈ വീടിൽ നിന്ന് പൊക്കം വരികയല്ല. ഈ മുകളിൽ എത്ര വീടുകളെന്ന് അറിയാം. എന്ത് കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്? ഇവരകത്ത് ഞങ്ങളോട് പറഞ്ഞു അച്ചാർ കമ്പനിയാണ്, ബനാന കമ്പനിയാന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഷെഡ് വിടാൻ തുടങ്ങിയത്. അവരിപ്പം പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ വരികയില്ല, ഞങ്ങളിങ്ങനെ എല്ലാം കത്തിച്ച് കളയാണ്, വെള്ളമായിട്ട് പോവാണ്, മാവ് കൊണ്ട് ഒട്ടിക്കണം. ഞങ്ങൾ ഇവർ പറഞ്ഞു മാവ് ഒട്ടിക്കണമെന്ന് പറഞ്ഞു. ഇവർ തടി ഒട്ടിക്കുന്നത് ഈ ഉണ്ടാക്കിയ സാധനം ഒട്ടിക്കുന്ന മാവ് കൊണ്ടാണ്, മാവ് കുഴച്ച ഒട്ടിക്കുന്നതാണ്. അവർ പശയൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. ഇന്നലെയും പറഞ്ഞവർ നിങ്ങൾ അല്ല അങ്ങോട്ട് കൂടെ വാ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വേറെ കമ്പനിയുണ്ട് ഞങ്ങൾക്ക്. എവിടെയും ചോദിക്കാൻ പറ്റായിരുന്നോ? അവർ പെരുമ്പാവൂരൊക്കെ ഉണ്ട്. അവർക്ക് പെരുമ്പാവൂരൊക്കെ നിർത്തി, ലൈസൻസ് ഒന്നും പുതുക്കി കൊടുത്തില്ല. ഞങ്ങൾ അവിടെ പോയി സർവേ ഒക്കെ നടത്തിയായിരുന്നു. ഞങ്ങളിവിടെ എന്ത് വന്നാലും ഞങ്ങളിവിടെ എല്ലാവരും കൂടി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാം കൂടി ഒന്നിച്ചാണ് തീരുമാനിച്ചത്. നല്ല കാര്യങ്ങൾ അങ്ങനെ തന്നെ വേണം. ശക്തമായിട്ട് അതിനുവേണ്ടി ഇന്നലെ നിർത്തി വെച്ചേക്കും, ചർച്ചയ്ക്ക് വെച്ചേക്കും എല്ലാവരും കൂടി. അപ്പം നിങ്ങൾ ഇവർ വർക്ക് തുടങ്ങിയപ്പം പ്രവർത്തനം നിർത്തി വെക്കുക, ഇവിടെ ഇനി പണികൾ പറ്റിയ 2-3 പ്രാവശ്യം പറഞ്ഞാൽ പോയി. അതെ അല്ലേ. പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവർ തുടരുന്നുണ്ടോ? അതിന് പിന്നെ തുടങ്ങിയാലും ഇവർ അതല്ലേ ഷെഡിൻ്റെ പണി തുടങ്ങി. അതിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം റെക്കോർഡുകളെല്ലാം ശരിയാണ് ഞങ്ങളുടെ എന്നവർ പറഞ്ഞു. ഇത് ആരെ മേടിച്ചതെന്ന് അറിയാമോ? ഇത് തന്നെ ആലുവയിലുള്ളവരാ. 3 പേരാ. ഒരാൾ 3 പേരല്ല, 4 പേരുണ്ട്. 4 പേര്. അതിൻ്റെ പേരെന്താ വെച്ചോ? പിന്നെ ജമാൽ, ജമാൽ അതാളുടെ പേര് ജമാൽ. ബാക്കി 3 പേരറിയത്തില്ല. ഞാൻ മെയിൻ ഇവിടെ വരുന്നതും കാണുന്നു. 4 പേര് എന്നും വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇന്നലെ തടഞ്ഞാൽ ഇന്നും വന്നില്ല. ആണെങ്കിലും പെരുമ്പാവൂരുള്ള ഫ്ലൈറ്റ് കമ്പനിക്കാർ ലൈസൻസ് പുതുക്കി കൊടുക്കാത്ത ആൾക്കാർ തന്നെയായിരിക്കും ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ വന്നാക്കുന്ന കാര്യത്തിലോട്ട് സംശയമൊന്നുമില്ല. ഒരു കാര്യം പറയുന്നു, ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ കലം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പരിപ്പ് ഇവിടെ ഈ പുതുവേലിയിൽ വേവിയല്ലെന്ന് ഉള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 50 പണിക്കാർ വരുന്നതാണ് അവരെ. എന്തോ 50 പണിക്കാർ ബംഗാളികൾ തന്നെ. അവരിവിടെ വന്ന് അവരുടെ കുടുംബങ്ങളും എല്ലാം വന്ന് തെങ്ങി പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കഞ്ചാവും അവർ ഭയങ്കര ഈ റോഡിൽ നിന്ന് അവരെല്ലാം വിലസ കിടന്നു. ഈ തോടിൻ്റെ കരയിലും ഒക്കെ ഇരുന്ന് ഇവരെല്ലാം കൂടെ വരുന്നാലേ ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലം ആ ഒരു അവസ്ഥയിലേക്ക് ആക്കി കളഞ്ഞത് ഈ ഫ്ലൈറ്റ് കമ്പനി തന്നെയാണ്. അതെ, എന്തെല്ലാം വികസന പദ്ധതികളുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിന് യാതൊരു എതിർപ്പും ഈ നാട്ടുകാർക്കില്ല. പക്ഷേ ഇതിവിടെ പറ്റിയല്ല. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇതിനു വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഗവൺമെൻറ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഏരിയയിൽ നിങ്ങൾ തുടങ്ങുക. അല്ലാതെ ഈ ജനനിബിഡമായുള്ള സ്ഥലങ്ങളിൽ ഇത്രയും 100-500 വീട്ടുകാർ താമസിക്കുന്ന നടുക്ക് കൊണ്ടുപോയിട്ട് ഒരു ഫ്ലൈറ്റ് കമ്പനികൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവന് എത്രമാത്രം വിലയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്താണെങ്കിലും ശരിയായ രീതികളല്ല. ഇതിനു വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്ന ആൾക്കാർ ആരാണോ, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. നാടിനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രമാത്രമാണെന്ന് നിങ്ങളൊക്കെ ഇന്ന് സ്റ്റഡി ചെയ്ത് വെറും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ഫ്ലൈറ്റ് കമ്പനികളുടെ ദൂഷ്യ വശങ്ങൾ എത്രമാത്രമാണെന്ന് ഏത് പിള്ളേർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താണേലും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊപ്പം ഡിക്റ്റഡ് ന്യൂസ് കേരള എന്ന ചാനൽ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭദിനം. അത് അങ്ങ് സൈഡിൽ ചെന്ന് പിടിക്കാം.